യൂസ് ചെയ്യാം. 5, 10, 20 യൂസ് ചെയ്യാം. ബാറ്ററി ബാക്കപ്പ് 4 to 7 വയസ്സ് ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും. സിറിഞ്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ താഴെ പ്രസ്സിങ് വരുന്നത്. ഇത് പ്രസ് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഇത് ഫുള്ള് വലിച്ചിട്ട് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഈ 2 കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ തന്നെ ബലം കൊടുക്കണ്ട, ഫുള്ള് വലിച്ചിട്ട് ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സിറിഞ്ച് വയ്ക്കുമ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക്. ഓക്കെ. സ്വിച്ചുകൾ വന്നിട്ട് പവർ ബട്ടൺ, നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനായിട്ടും പവർ ബട്ടൺ. പിന്നെ സ്റ്റാർട്ടിന് സ്റ്റോപ്പ്, ഇൻഫ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ബോളസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബട്ടൺ ഉണ്ട്. എൻ്റർ കീ നമുക്ക് റേറ്റിൽ അടിച്ചിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റർ കീ യൂസ് ചെയ്യുക. പിന്നെ ഈ വാല്യൂസ് നമുക്ക് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ കീസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സിറിഞ്ച് വെച്ചിട്ടാണ് ഓൺ ചെയ്യണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കും, ഹാവ് യു ഇൻസ്റ്റാൾഡ് സിറിഞ്ച്? എൻ്റർ അടിക്കണം. എസ്സിന് എന്തായിരിക്കും അടിക്കുക? എൻ്റർ അടിക്കുക. എൻ്റർ. ഈ പമ്പിൻ്റെ എല്ലാം നമ്പർ കീസാണ് സെലക്ഷൻ ആയിട്ട് വരുന്നത്. അത് മാത്രമാണ് ഇവിടെ ഉള്ളതായിട്ടുള്ള വ്യത്യാസം. നമ്പർ കീസാണ് സെലക്ഷൻ ആയിട്ട് വരുന്നത്. അലാംസ് എന്ത് വന്നാലും സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ബാറ്ററിയിലാണ് യൂസ് ചെയ്യണതിൻ്റെ അലാമാണ്. അലാം എന്ത് വന്നാലും സ്റ്റോപ്പ് നോക്കി കഴിഞ്ഞാൽ അലാം പൊക്കോളും. നമ്മൾ പറവറല്ലേ സെറ്റ് ചെയ്യാറ്. അതിനകത്ത് ഒരു 6 മോഡുകളുണ്ട്. ഏത് മോഡാണ് നമ്മൾ യൂസ് ചെയ്തത് അതായിരിക്കും എപ്പോഴായിട്ട് ഓപ്പണായിട്ട് വരിക. റൈറ്റ് മോഡ് എന്ന് വെച്ചാൽ നമ്മൾ പറവർ സെറ്റ് ചെയ്ത് ഉപയോഗിക്കും. നമുക്ക് റേറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ഏത് പ്രസ് ചെയ്യും? 1. എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും റേറ്റിന്. ഒന്ന് സെലക്ട് ആയി. ഇനി നിങ്ങൾക്ക് എത്രയാണോ റേറ്റ് വേണ്ടത് അടിക്കുക. നമ്പർ അടിച്ചാൽ മതി. നമുക്ക് സാറിന് എത്രയാണോ വേണ്ടത്, നമുക്ക് റേറ്റ് 10 ആണ് വേണമെങ്കിൽ 10 അടിക്കുക. ഇനി എന്താ ചെയ്യുക? കൺഫേം ചെയ്യണം. കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റർ അടിക്കുക. ഇനി സ്റ്റാർട്ട് കൊടുത്താൽ മതി. ബോളസ് ആണെങ്കിൽ ബോളസ് പറയാം. പിന്നെ ഇവിടെ ഒരു VTP എന്ന് പറഞ്ഞിട്ട് ഇൻഫ്യൂസ്ഡ്. നമ്മളിപ്പോൾ 20 ml മെഡിസിൻ എടുത്തു. ആ പേഷ്യന്റ് 10 ml പോയാൽ മതിയെങ്കിൽ വോളിയം അടിച്ചു കൊടുക്കുക. ഫുൾ മെഡിസിൻ പോകണമെങ്കിൽ വോളിയം അടിക്കേണ്ട ആവശ്യമില്ല. റേറ്റ് അടിക്കുക, സ്റ്റാർട്ട് ചെയ്യുക. വോളിയം ടാർഗറ്റ് ഉണ്ടെങ്കിൽ മാത്രം 2 പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയാണോ വോളിയം പോകേണ്ടത് അടിക്കുക, ഇങ്ങോട്ട് അടിച്ചാൽ മതി. അല്ലാതെ വെറുതെ ഫുൾ മെഡിസിൻ പോകാനുള്ളതാണെങ്കിൽ വോളിയം അടിക്കേണ്ട, റേറ്റ് മാത്രം അടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. റേറ്റ് എടുക്കുക, റേറ്റ് സെറ്റ് ചെയ്യുക, കൺഫേം ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി റേറ്റ് നമ്മളിപ്പോൾ റേറ്റ് അടിച്ചു, നമുക്ക് തെറ്റിപ്പോയെങ്കിൽ ക്ലിയർ ബട്ടൺ കൊടുത്താൽ മതി. നമുക്ക് 56 ആയിരുന്നില്ല വേണ്ടത്. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിക്കോളും. ഇതാണ് ക്ലിയർ ബട്ടൺ. നമുക്ക് വേണ്ടത് അടിക്കുക, കൺഫേം ചെയ്യുക, ശരി. ഇനി ബോളസ് കൊടുക്കണം. ബോളസിന് ഈ പമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. മാനുവൽ ബോളസും ഉണ്ട്, ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്ന ബോളസും ഉണ്ട്. ഏതാണേലും ബോളസിന്റെ സ്വിച്ചിൽ പ്രസ് ചെയ്യുക, അപ്പോൾ ബോളസിന്റെ ഡിസ്പ്ലേ വരും. നിങ്ങൾക്ക് മാനുവൽ ബോളസ് മതിയെങ്കിൽ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുക, അമർത്തി പിടിക്കുക. അപ്പോൾ ബോളസ് പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് പോയത് കഴിയുമ്പോൾ കൈ എടുക്കുക. ഇതിനെ മാനുവൽ ബോളസ് എന്ന് പറയുമ്പോൾ ബോളസ് വഴി ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കൊടുക്കാം. ഇതിനാണേലും ബോളസിന്റെ സ്വിച്ചിൽ പ്രസ് ചെയ്യുക, ഡിസ്പ്ലേ വരും. നമുക്ക് വോളിയാണ് കൊടുക്കേണ്ടത്. എത്ര വോളിയം കൊടുക്കണമെന്നല്ലേ പറയാ. ബോളസ് ഇത്ര വോളിയം 2 നിൽക്കുക. വോളി സെലക്ട് ആയി. നമുക്കിപ്പോൾ തൽക്കാലം 1 ml ബോളസ് കൊടുത്താൽ മതി. ഒന്നടിച്ചു, എൻ്റർ എടുത്തു. ബോളസിൽ തന്നെയാണ് വീണ്ടും നിൽക്കുന്നത്. ബോളസ് നിൽക്കിയാൽ മതി. ഇത് 1 ml ഓട്ടോമാറ്റിക്കലി പോയിട്ട് നമ്മൾ സെറ്റിയിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറിക്കോളും. നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ സെറ്റിയിലേക്ക് മാറി. ഇപ്പോൾ 10 ml ഒക്കെയാണ് ബോളസ് കൊടുക്കണമെങ്കിൽ 10 സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റർക്ക് മാറാം. അല്ലെങ്കിൽ 10 ml വരെ പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ മാനുവൽ ബോളസ് ആയിരിക്കും. അല്ല, കുറച്ച് ഓട്ടോമാറ്റിക് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. 2 ഓപ്ഷനും ഉണ്ട്. നിങ്ങളുടെ എളുപ്പം പോലെ ചെയ്യാം. ഇനിയുള്ളത് റണ്ണിങ്ങിൽ റേറ്റ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് മാറ്റാം. റണ്ണിങ് മാറ്റണമെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ മെഡിസിൻ പോയിക്കൊണ്ടിരിക്കുക പേഷ്യൻറ്റിന്. നമുക്ക് റേറ്റ് സെയിം മാറ്റണമെങ്കിൽ റേറ്റ് എടുക്കുക, മാറ്റം വരുത്തുക, കൺഫേം ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റണ്ണിങ്ങിൽ മാറ്റാം. അല്ലെങ്കിൽ സിസ്റ്റർക്ക് അറിയാത്തതാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ മെഡിസിൻ നിന്നു സെയിം റേറ്റ് എടുക്കുക, അടിക്കുക, കൺഫേം, സ്റ്റാർട്ട്. റണ്ണിങ്ങിൽ മാറ്റണമെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് മെഷീൻ ഓഫ് ചെയ്യണമെങ്കിൽ പവർ ഓഫ് ചെയ്യുക. അല്ലാതെ തിരിച്ച് നിങ്ങൾക്ക് ബാക്ക് പോകണമെങ്കിൽ ആ പേഷ്യൻ്റ് ഇഞ്ചക്ഷൻ കഴിഞ്ഞു എന്നുള്ളത് കൊടുത്താൽ മതി. എൻഡ് ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. അത് ഓക്കെ.